ശാല അപകടത്തിൽ മരണസംഖ്യ 13 7 പേരെയാണ് ഇതുവരെ തിരിച്ചറിഞ്ഞത്. സംശയമുള്ള മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ DNA പരിശോധന നടത്തും. സംഭവ സമയം ആ സ്ഥലത്തുണ്ടായിരുന്നത് 34 പേരാണെന്നാണ് വിവരം. 2 പേർ ഇപ്പോൾ വെന്റിലേറ്ററിലാണ്, മറ്റ് 5 പേരും ഗുരുതരാവസ്ഥയിലാണ്. അപകട സ്ഥലത്ത് നിന്ന് 2 ശരീരഭാഗങ്ങൾ കൂടി കണ്ടെത്തിയിട്ടുണ്ട്. കെടാവർ നായ്ക്കളെ ഉപയോഗിച്ചുള്ള തെരച്ചിലാണ് ഈ ഭാഗങ്ങൾ കണ്ടെത്തിയത്. അപകട സ്ഥലത്ത് രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബയോടെക്നോളജിയിൽ നിന്നുള്ള വിദഗ്ധരെത്തി DNA സാമ്പിളുകൾ ശേഖരിച്ചു. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ 6 മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകി. മൃതദേഹങ്ങൾക്ക് പുറമെ മോർച്ചറിയിൽ 26 ശരീരഭാഗങ്ങളാണുള്ളത്. CB അനുമോദ് ഒപ്പം നവമി ദിനേശ് 2 പേരും വിവരങ്ങൾ നൽകും. ആദ്യം അനുമോദിലേക്ക്. അനുമോദ്, നമുക്കൊരിക്കലും കാണാൻ ആഗ്രഹമില്ലാത്ത കാഴ്ചകളായിരിക്കും അനുമോദന്റെ ചുറ്റും എന്ന് അറിയാം. എങ്കിൽ പോലും ദൗർഭാഗ്യകരമാണ്, വലിയൊരു ദുരന്തമാണ്. പ്രത്യേക ദുരന്തമായി സംസ്ഥാന സർക്കാർ അതിനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അപ്പോൾ എങ്ങനെയാണ് ഈ തെരച്ചിൽ ഇപ്പോഴും തുടരുന്നുണ്ടോ? അത് മരണസംഖ്യ ഈ 13 തന്നെ ഒതുങ്ങി നിൽക്കുമെന്ന് പ്രതീക്ഷ വെക്കാൻ കഴിയുമോ നമുക്ക്? എൽദോ, ഇപ്പോൾ തെരച്ചിലൊരു അല്പം നിർത്തിവെച്ച സമയമാണ്. നല്ല ചൂടാണ് അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തെരച്ചിൽ ഭാഗികമായിട്ട് നിർത്തിവെച്ചിട്ടുണ്ട്. കെടാവർ നായ്ക്കളെ ഉപയോഗിച്ചുള്ള തെരച്ചിൽ 12 മണിക്ക് മുമ്പേ നിർത്തിയിരുന്നു. കാരണം കടുത്ത ചൂടിൽ അവർക്ക് മണം പിടിക്കാനോ അതേപോലെ ഇത് കണ്ടെത്താനോ കഴിയുന്നൊരു സാഹചര്യമല്ല. മാത്രമല്ല രാവിലെ മുതൽ അത് അവരുടെ തെരച്ചിൽ തുടങ്ങിയതുകൊണ്ട് ഉച്ചയ്ക്ക് മുമ്പ് അവരുടെ തെരച്ചിൽ നിർത്തിവെച്ചിരുന്നു. നിലവിൽ രാവിലെ മുതൽ നടത്തിയ തെരച്ചിലിൽ ഈ ഒരു സ്ഫോടനം നടന്ന ഇടത്തിൽ പല ഭാഗങ്ങളിൽ നിന്നായിട്ട് നിരവധി ശരീരഭാഗങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട്. അതിൽ കൈയും കാലും ഒക്കെ വരുന്നതാണ്. പലയിടങ്ങളിൽ നിന്നും പലരുടെയും ശരീരഭാഗങ്ങൾ കണ്ടെത്തിയ അത് ഇനി ആരുടേതാണ് എങ്ങനെയാണെന്നൊക്കെ തിരിച്ചറിയണമെങ്കിൽ DNA പരിശോധനകൾ തന്നെ വേണ്ടിവരും. മാത്രമല്ല ഈ കണ്ടെടുത്തതിൽ ചിലതിൽ നിന്ന് മാത്രമേ DNA പരിശോധനയ്ക്ക് വേണ്ട അളവ് ഉണ്ടായിട്ടുള്ളൂ എന്നും അറിയാനാകുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഒരു കെടാവർ നായ്ക്കളെ ഉപയോഗിച്ചുള്ള തെരച്ചിലിൽ ഇന്ന് അവർക്ക് ഈ വെടിമരുന്നിൻ്റെ ഗന്ധം ഇവിടെ പരിസരത്ത് തങ്ങി നിൽക്കുന്നതിനാൽ അതൊരു തടസ്സമായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ നാളെ ആകുമ്പോഴേക്കും സാഹചര്യം കുറച്ചുകൂടി മാറുകയും ഈ ഒരു ശരീരഭാഗങ്ങളിൽ നിന്നുള്ള ഗന്ധം കുറേ കൂടി ഈ ഒരു തെരച്ചിലിൽ നായകൾക്ക് കിട്ടാനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നാളെ കൂടി തെരച്ചിൽ ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ DGP വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ന് ഈ പല ഇടങ്ങളിൽ നിന്നായി ലഭിച്ച ശരീരഭാഗങ്ങളെല്ലാം തന്നെ പരിശോധനകൾക്ക് മറ്റുമായിട്ട് ഇവിടെ നിന്ന് മാറ്റിയിട്ടുമുണ്ട്. ഇനി ഈ ഒരു മേഖലയിൽ സന്നദ്ധ സംഘടനകളും അതുപോലെ തന്നെ പോലീസിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും മറ്റ് സംഘങ്ങളുടെയൊക്കെ പരിശോധന വൈകുന്നേരം വരെ തുടരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. സ്കൂബ സംഘം ഈ മേഖലയിലെ കുളത്തിലും കിണറ്റിലും ഒക്കെ തന്നെ ഇറങ്ങി പരിശോധിച്ചെങ്കിലും കാര്യമായിട്ടൊന്നും കണ്ടെത്താനായിട്ടില്ല എന്ന് കൂടിയാണ് അറിയാനാകുന്നത്. എന്നാണെങ്കിലും വലിയ ഒരു ആശങ്കയിൽ തന്നെയാണ് ഈ ഒരു ദുരന്തമുണ്ടാക്കിയതിൻ്റെ വിങ്ങലിൽ തന്നെയാണ് ഈ നാടൊന്നാകെ. കാരണം ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്തായിരുന്നു ഈ ഒരു ദുരന്തം സംഭവിച്ചത്. ഈ ഒരു പ്രദേശമെല്ലാം അതിൻ്റെ ഒരു ആഘാതം ഉണ്ടാവുകയും ചെയ്തു. ഇനി എന്ത് എന്ന ചോദ്യത്തിന് സ്വാഭാവികമായിട്ടും ഇവിടെ ഉണ്ടായിരുന്ന ആളുകളിൽ എത്ര പേർ ഇപ്പോൾ ജീവനോടെ ഉണ്ട് എന്ന് കണ്ടെത്തുക എന്നത് വലിയൊരു വെല്ലുവിളിയാണ് മുമ്പിലുള്ളത്. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം കണക്കുകളിൽ ഇപ്പോഴും ആശങ്കകളും അവ്യക്തതകളും നിലനിൽക്കുന്നുവെന്നാണ്. പോലീസ് 34 എന്ന് പറയുമ്പോഴും അത് പൂർണ്ണമായിട്ടും അത്രയാണോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. അതിൽ ഒരു സംശയ നിവൃത്തി വരുത്തുവാൻ തന്നെ ഇവിടെ ഉണ്ടായിരുന്നവരും ജോലിക്ക് വന്നവരുമൊക്കെ ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ കൃത്യമായിട്ട് വിവരങ്ങൾ പോലീസിനെ അധികൃതരെ അറിയിക്കണമെന്നൊരു അഭ്യർത്ഥന ഇതിനോടൊപ്പം തന്നെ മന്ത്രി അടക്കം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ വരാൻ സാധ്യതയുള്ളവരായിട്ടും ഇവിടെ ജോലി ചെയ്തവരായിട്ടുള്ളവർ അവർ സുരക്ഷിതരായിട്ടുണ്ടോ എന്ന് ഉറപ്പാക്കാനുള്ളൊരു അഭ്യർത്ഥനയാണ് നടത്തിയിട്ടുള്ളത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവർ കാണുന്നില്ലെങ്കിൽ അത് അറിയിക്കുവാനും ഒരു നിർദ്ദേശമായിട്ടാണ് വന്നിരിക്കുന്നത്. എന്നാണെങ്കിലും വലിയ തോതിലുള്ള തിരച്ചിൽ നാളെ കൂടി തുടരും എന്ന് തന്നെയാണ് അറിയാനാകുന്നത്. ലഭിക്കുന്ന ശരീരഭാഗങ്ങൾ അതാണ് ഇനിയുള്ള ദിവസങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. പരിക്കേറ്റവരുടെയും അതേപോലെ തന്നെ കാണാതായവരുടെയും ഒക്കെ വിവരങ്ങൾ തിരിച്ചറിയണമെങ്കിൽ, ആരെല്ലാമാണെന്ന് തിരിച്ചറിയണമെങ്കിൽ ഈ ശരീരഭാഗങ്ങളുടെ DNA പരിശോധന നടത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ വിശദമായിട്ടുള്ളൊരു തെരച്ചിൽ തന്നെയാണ് പ്രദേശത്ത് പുരോഗമിക്കുന്നത്. അനുമോദ, അതിൽ നിന്നും രക്ഷപ്പെട്ട ചുരുക്കം പേരുണ്ടല്ലോ, അവരിൽ നിന്നൊക്കെ വിവരങ്ങൾ തേടിയിട്ടില്ലേ? അപ്പോൾ അവർ ഇന്നലെ പറഞ്ഞത് 42 പേരുണ്ടായിരുന്നു ഏതാണ്ട് അവർക്കൊപ്പം ജോലി ചെയ്യാൻ എന്നുള്ളതാണ്. ഈ എണ്ണം അത്രയും പേർ കുറവാണെന്ന് അറിയുന്നത് ഒരു തരത്തിൽ നമുക്ക് ആശ്വാസമാണ്. എങ്കിൽ പോലും പക്ഷെ അങ്ങനെയല്ലല്ലോ അവിടെ ഉണ്ടായിരുന്നവർ പറയുന്നത്.
ഇനി അനുമോദ, ഈ ദേവസ്വങ്ങളുടെ ഒരു നിലപാട് നീക്കം എന്തായിട്ടാണ് പറയപ്പെടുന്നത്? ഈ പൂരം വരുന്ന സാഹചര്യത്തിൽ ഈ ദുരന്തമുണ്ടായി, അപ്പോൾ കേവലം ചടങ്ങുകളിൽ മാത്രം ഒതുക്കിയാൽ മതി എന്നുള്ള ഒരു ആലോചനയിലേക്ക് ദേവസ്വങ്ങൾ പോകുന്നുണ്ട്. ആദ്യം എൽദോ ചോദിച്ച കാര്യത്തിലേക്ക്, രക്ഷപ്പെട്ടവരുടെ മൊഴി അടിസ്ഥാനമാക്കിയിട്ട് തന്നെയാണ് പോലീസിൻ്റെ ഇക്കാര്യത്തിലുള്ള അന്വേഷണം പുരോഗമിക്കുക. പക്ഷേ കൃത്യമായിട്ട് അവരുടെ മൊഴി പൂർണ്ണമായി രേഖപ്പെടുത്താൻ പോലീസിന് സാധിച്ചിട്ടില്ല. കാരണം പലരും ഇതിൻ്റെ ഒരു ആഘാതത്തിലായതിനാൽ അത് കൃത്യമായിട്ട് അറിയാനായിട്ടില്ല എന്നാണ് പറയുന്നത്. അവരുടെ മൊഴിയാണ് ഈ അപകടം സംഭവിച്ചതിൻ്റെ കാരണം എന്താണെന്ന് കണ്ടെത്തുന്നതിനും അനിവാര്യമായിട്ടുള്ളത്. അപ്പോൾ അത്തരം ഇവിടുന്ന് ഉണ്ടായിരുന്ന രക്ഷപ്പെട്ട ആളുകളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും അവരുടെ മൊഴിയും ഒക്കെ പരിശോധിക്കുന്നു. പക്ഷേ പലരും ഇപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ ആവാത്ത പലരും ഇന്നിപ്പോൾ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിട്ടുണ്ട്. പലർക്കും ചെറിയ ബുദ്ധിമുട്ടുകളും ശാരീരിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് കാണിച്ച് പലരും ആശുപത്രിയിലേക്ക് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രശ്നം. അപ്പോൾ ഇവരുടെ മൊഴി രേഖപ്പെടുത്തി ഇവരിൽ നിന്നും വിവരം ശേഖരിച്ച് തന്നെ വേണം ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നുള്ളതാണ് ഈ എണ്ണം സംബന്ധിച്ച് നിലനിൽക്കുന്ന അവ്യക്തതകൾ പരിഹരിക്കാനുള്ള ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഒരു ഉത്തരം. രണ്ടാമതായിട്ട് ഈ ഒരു പൂരം നടത്തിപ്പിനെ തന്നെയാണ്. ഇന്ന് രാവിലെ മന്ത്രി VN വാസവൻ അടക്കമുള്ളവർ ഇക്കാര്യത്തിൽ മന്ത്രിസഭയുടെ സർക്കാരിൻ്റെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. സർക്കാർ ഒരു തീരുമാനം പ്രഖ്യാപിക്കുകയല്ല, മറിച്ച് ദേവസ്വം ബോർഡുകളെ വിശ്വാസത്തിലെടുത്ത് അത്തരത്തിൽ ഒരു തീരുമാനം അവരുടെ കൂടി സമ്മതത്തോടെ നടപ്പിലാക്കുക എന്നുള്ളതാണ്. അത് സംബന്ധിച്ച് നാളെ ചേരുന്ന യോഗത്തിൽ തിരുവമ്പാടി ദേവസ്വവും പാറമേക്കാവ് ദേവസ്വവും അവരുടെ നിലപാട് പ്രഖ്യാപിക്കുകയും ചെയ്യുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഒരു മഹാദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒരുപക്ഷെ പൂരം ആചാരം മാത്രമാക്കി നടത്താനുള്ളൊരു സാധ്യതയാണ് കാണുന്നത്. പക്ഷേ പൂർണ്ണമായിട്ടും എല്ലാവരും അതിനോട് യോജിക്കുമെന്ന ചോദ്യത്തിന് മറുഅഭിപ്രായങ്ങളുണ്ട്. കാരണം ഒരു വർഷത്തെ തയ്യാറെടുപ്പാണ് പൂരത്തിന് വേണ്ടി നടത്തിയിട്ടുള്ളത്. അതിന് ഒരുപാട് ചിലവ് ഇതിനോടകം തന്നെ വന്നിട്ടുണ്ട്. ചമയമായിട്ടും മറ്റ് എക്സിബിഷനായിട്ടും അങ്ങനെ പല മേഖലകളിലും കോടികളുടെ ചിലവ് വന്നിട്ടുണ്ട്. അപ്പോൾ പൂരം ഇല്ലാതിരുന്നാൽ ഈ പണമൊക്കെ തന്നെ പലരുടെ അധ്വാനവും ഒരു വർഷത്തിൽ നിന്നുള്ള അധ്വാനവും ഒക്കെ അവതാളത്തിലാവുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആചാരം മാത്രമായി നടത്തുന്നതിനെതിരെയും ചില അഭിപ്രായങ്ങൾ ഉയരുന്നുണ്ട്. പക്ഷേ ഇതിൽ മാനുഷികതയാണോ അതോ സാമ്പത്തികമാണോ പ്രധാനം എന്ന ചോദ്യത്തിന് ഉത്തരം അത് കണ്ടെത്തേണ്ടത് തന്നെയാണ്. അത് നാളെ ചേരുന്ന യോഗത്തിൽ കൃത്യമായിട്ടൊരു മറുപടിയായിട്ട് ദേവസ്വം ബോർഡുകൾ സർക്കാരിനെ അറിയിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സർക്കാർ നിലപാട് പൂരം ആചാരം മാത്രമായി നടത്തണമെന്ന് തന്നെയാണെന്ന് ഇതിനോടകം തന്നെ മന്ത്രിയുടെ വാക്കുകളിൽ വ്യക്തമായിട്ടുണ്ട്. ഇനി ദേവസ്വങ്ങളാണ് അതിൽ അവരുടെ തീരുമാനം അറിയിക്കേണ്ടത്. ഒരു കാര്യം കൂടി അനുമോദിന് ചോദിച്ച ശേഷം ഇടവേളയിലേക്ക് പോകാൻ തോന്നുന്നു. അനുമോദ്, ഒരേ ഒരു കാര്യം കൂടി, ഈ ആ പടക്കശാലയിൽ അല്ലെങ്കിൽ നിർമ്മാണശാലയിലെ അവിടെ ഈ എന്താ പറയുക തീ പിടിക്കാൻ സാധ്യതയുള്ള മരുന്നുകൾ അത് പൂർണ്ണമായിട്ടും അവിടെ നിന്ന് കണ്ടെത്തി മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയല്ലേ കരുതേണ്ടത്? പിന്നെ എത്ര ചുറ്റളവിലാണ് ഈ തെരച്ചിൽ ഇതുവരെ നടത്തിയത്? അതിനപ്പുറത്തേക്കൊരു സാധ്യതയില്ല എന്നുള്ള ഒരു ആലോചനയിലാണോ അവിടെ പരിമിതമായി തന്നെ ആ കിടാർ നായകൾ ഉപയോഗിച്ചുള്ള തെരച്ചിൽ നടത്തുന്നത്? തീർച്ചയായിട്ടും. അതിലാദ്യം ചോദിച്ചതിന് ഈ സ്ഫോടക വസ്തുക്കൾ നമ്മൾ രാവിലെ 6 മണിക്ക് മുമ്പേ ഇവിടെ എത്തുമ്പോൾ പല മേഖലയിലും ആ പോലീസിൻ്റെ കാവലുണ്ടായിരുന്നു. അവിടെയൊക്കെ തന്നെ ഈ ഉപയോഗിക്കാത്ത അല്ലെങ്കിൽ ഈ അപകടത്തിൽ കത്താത്ത സ്ഫോടക വസ്തുക്കളുടെ ശേഖരം ഉണ്ടായിരുന്നത് കൊണ്ടാണ് അവിടെയെല്ലാം തന്നെ പോലീസിൻ്റെ കാവലുണ്ടായിരുന്നു. ഇന്ന് രാവിലെ ആദ്യം പോലീസ് ചെയ്തത് ഈ പൊട്ടാത്ത സ്ഫോടക വസ്തുക്കൾ പൂർണ്ണമായിട്ടും മാറ്റുന്ന ഒരു പ്രവൃത്തിയായിരുന്നു. ഇനി രണ്ടാമതായി എൽദോ ചോദിച്ച കാര്യത്തിന് നമുക്ക് അത് ദൃശ്യങ്ങളിൽ തന്നെ ആ മറുപടി നൽകാം. പക്ഷേ നല്ല വെയിലായതുകൊണ്ട് ചിലത് നമുക്ക് കാണിക്കുന്നതിനല്പം ബുദ്ധിമുട്ടുണ്ടാകും. നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലം, ഇവിടെയാണ് ഈ സ്ഫോടനം നടന്ന ഏരിയ. അതായത് ഈ ഒരു പാടശേഖരത്തിന് നടുവിൽ 5.5 ഏക്കർ ഭൂമി എന്നുള്ളത് ഈ കാണുന്നതാണ്. ഇവിടെ നമുക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കാൻ അനുവാദമില്ല. കാരണം അവിടെ ഫോറൻസിക്കിൻ്റെ പരിശോധന നടക്കുന്നു, അങ്ങനെ മറ്റ് പല പരിശോധന നടക്കുന്നുണ്ട്. അവിടേക്ക് മാധ്യമങ്ങളെ പ്രവേശിപ്പിച്ചിട്ടില്ല. ഇതിന് ചുറ്റും നമുക്ക് ഒരു വശത്ത് ഇടതുവശത്ത് നോക്കിയാൽ ഇവിടെ പാടശേഖരം കാണാൻ കഴിയും. ഈ പാടശേഖരത്തിൽ ഇതിൻ്റെ ഒരു 200 മീറ്റർ ചുറ്റളവിലാണ് തെരച്ചിൽ പൂർണ്ണമായിട്ടും നടക്കുക. 200 മീറ്ററിലധികമുള്ള ചുറ്റളവിൽ ഈ പാടശേഖരത്തിൻ്റെ ഇത്രയും ഭാഗത്താണ് ഇന്ന് രാവിലെ പരിശോധന നടത്തുന്നത്. അതായത് ഈ 5.5 ഏക്കർ കാണുന്ന ഈ ഒരു പ്രദേശത്ത് മാത്രമല്ല, അതിനപ്പുറം കിടക്കുന്ന ഈ പച്ചപ്പ് നമ്മൾ കാണുന്നുണ്ടല്ലോ, ഈ പച്ചപ്പ് കാണുന്ന അറ്റം വരെ പരിശോധന നടത്തിയിട്ടുണ്ട്. കടാവർ നായകളെ ഉപയോഗിച്ചും അല്ലാതെയൊക്കെ. ഈ പുറത്തു നിന്നാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ശരീരഭാഗങ്ങൾ കിട്ടിയത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് സ്ഫോടനത്തിൽ 200-300 മീറ്റർ അകലേക്ക് ശരീരഭാഗങ്ങൾ ചിന്നിച്ചിതറി തെറിച്ചു പോയ ഒരു കാഴ്ചയാണ് നമുക്കിവിടെ രാവിലെ ഈ പരിശോധനയിൽ ശരീരഭാഗങ്ങൾ കണ്ടെത്തിയപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. സമാനമായ രീതിയിൽ ഈ വശത്തേക്കും അതായത് ഈ ഫയർഫോഴ്സിൻ്റെ വാഹനം നിൽക്കുന്നതിൻ്റെ
ഈ ഭാഗത്തേക്കും സമാനമായ രീതിയിൽ പൊട്ടിത്തെറിയിൽ ഉണ്ടായിട്ട് ഏറ്റവും അധികം ഉണ്ടായിരിക്കുന്നത് ഈ ഭാഗത്താണ്. കാരണം ഈ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ ഈ പടക്ക നിർമ്മാണത്തിൻ്റെ ഇതിൻ്റെ ഷെഡുകൾ ഉണ്ടായിരുന്നത് ഈ ഭാഗത്തായതുകൊണ്ട് ശരീരഭാഗങ്ങൾ കൂടുതലായിട്ടും ലഭിച്ചിട്ടുള്ളത് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ പച്ചപ്പ് നിറഞ്ഞ പാടത്തിൻ്റെ ഈ ഒരു മേഖലയിലേക്കാണ്. ഇതിൻ്റെ ചുറ്റളവിലാണ് ഈ കാണുന്ന ഈ ഒരു 5.5 ഏക്കർ ഈ തുരുത്തിൻ്റെ 300 മീറ്റർ ചുറ്റളവിലാണ് ഇന്ന് പരിശോധനകൾ പൂർണ്ണമായിട്ടും നടന്നിട്ടുള്ളത്. ഇനിയും വളരെ നമ്മൾ കാണാൻ കഴിയുന്നത്ര വലിപ്പത്തിലായാലും വളരെ മൈന്യൂട്ടായിട്ടുള്ള ചെറിയ തരത്തിലുള്ള ശരീരഭാഗങ്ങൾ പോലും പലയിടത്തും കണ്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരുപക്ഷെ അവിടേക്ക് ഇറങ്ങുകയാണെങ്കിൽ നമ്മൾ ചവിട്ടി നിൽക്കുന്ന മണ്ണിനടിയിൽ തന്നെ ഈ ശരീരഭാഗങ്ങൾ ഉണ്ടാകുമോ ഇല്ലയോ എന്ന് പറയാൻ കഴിയാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. പക്ഷേ അത്രയും ചെറിയ അളവിലുള്ളത് കണ്ടെത്തുക എന്നുള്ളത് വലിയൊരു വെല്ലുവിളിയാണ്. അതുകൊണ്ട് തന്നെ അടുത്ത ദിവസമായിരിക്കും കിടാവർ നായകളെ കൊണ്ട് ഈ ശരീരഭാഗങ്ങൾ ഒരുപക്ഷെ ഒരു ദിവസം കൂടി കഴിയുമ്പോൾ അതിനുള്ള ഗന്ധം വ്യത്യസ്തമായിരിക്കും നമുക്കറിയാം. അത്തരത്തിലുള്ള പരിശോധനകൾ നടത്തി അടുത്ത ദിവസം കൂടി ഈ പരിശോധനകൾ കൊണ്ട് ഈ ശരീരഭാഗങ്ങൾ പൂർണ്ണമായും കണ്ടെത്താനുള്ള ശ്രമമാണ് നടക്കുന്നത്. എന്നാണെങ്കിലും ശ്രമകരമായൊരു ദൗത്യമാണ് ഇപ്പോൾ മുണ്ടത്തിക്കോട് നടന്നുകൊണ്ടിരിക്കുന്നത്. അനുമോദ് വിവരിച്ച ആ കാര്യങ്ങൾ, ആ ദൃശ്യങ്ങൾ, അത് വല്ലാതെ ഉള്ളിലൊരു ഭയപ്പാട് നൽകുന്നു. ആ തൃശ്ശൂർ പൂരം കളറാക്കാൻ വേണ്ടി ഒപ്പം കൂടിയിരുന്ന് വട്ടം ചേർന്നിരുന്ന് ചെറിയ പാട്ടൊക്കെ പാടി ചിരിച്ച് ഒപ്പം തന്നെ അവരുടെ ജോലിയിൽ ഏർപ്പെട്ട് സന്തോഷത്തോടെ ഇരുന്നവരാണ് ഒരു നിമിഷം കൊണ്ട് ചിതറിത്തെറിച്ചത്. ആ 5.5 ഏക്കറിനും അപ്പുറത്തേക്ക് ഏതാണ്ട് 1/4 കിലോമീറ്റർ ദൂരത്തേക്കാണ് അവരുടെ ചില ഭാഗങ്ങൾ തെറിച്ചു വീണത്. അതിപ്പോഴും പലതും ആ പാടത്തും ചതുപ്പിലുമൊക്കെ കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് വലിയ ആശങ്ക നൽകുന്നത്. എന്തിനു വേണ്ടിയാണ് ഇത്തരം അപകടം നിറഞ്ഞ കാര്യങ്ങൾ എന്ന് ചോദിക്കുന്നവർക്ക് അതിൽ ചില ന്യായങ്ങളില്ലേ എന്ന് പോലും സംശയിച്ചു പോകുന്നു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.